Hello dear parents and students, welcome to Code. എന്താണ് കോഡ്? കോഡ് ഈസ് ചോയ്സ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഡോക്ടേഴ്സായും എഞ്ചിനീയേഴ്സായും മാറാൻ കാത്തു നിൽക്കുന്ന, ആഗ്രഹിച്ചിരിക്കുന്ന, പഠിക്കാൻ റെഡി ആയിട്ടുള്ള കുട്ടികൾക്ക് കൃത്യമായി കോച്ചിങ്ങും ഗൈഡൻസും കൊടുത്ത് അവരവരുടെ അച്ചീവ്മെന്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോഡ്. കോഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജില്ലയായിട്ടുള്ള കോഴിക്കോടാണ് നമ്മളുടെ കോഡ് ഉള്ളത്. അപ്പോൾ കോഡ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് ആണ്. ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നീറ്റ് ആൻഡ് ജെഇ, അതായത് ഈ പറയുന്ന 2024 നീറ്റ് ആൻഡ് ജെഇയുടെ സ്റ്റുഡൻസിന് റിവിഷൻ ക്ലാസ്സസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. January 1st of 2024 ഞങ്ങളത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി കോഡിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോഡിൽ ആരൊക്കെയാണ് ഉള്ളത്? സോ മൈസെൽഫ്, എന്റെ പേര് ഡോക്ടർ അരവിന്ദ് ശേഖർ. ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ബയോളജിയുടെ സാറാണ്. അതേപോലെ നമ്മളുടെ ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളുടെ കിരൺ സേതുനാഥ് എന്ന് പറയുന്ന സാറാണ്. പിന്നെ ജിക് സാർ ഉണ്ട്, ജിക് സാർ മാത്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതേപോലെ രാഹുൽ സാർ ഉണ്ട്, രാഹുൽ സാറാണ് കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമ്മൾ 4 പേരും 4 സബ്ജക്ട്സിൽ നിന്നുള്ള ആൾക്കാരാണ്. സോ വി ആർ ടോട്ടലി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സ് ആണ്. ഞങ്ങള് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9 years, എല്ലാവരും 9 years 10 years റേഞ്ചിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോ കോഡ് എന്താണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന കോഴ്സസ്, അതിനെ പറ്റിയിട്ടും പറയണമല്ലോ. അപ്പൊ ഞങ്ങള് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന കോഴ്സസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഴ്സാണ് റിപ്പീറ്റേഴ്സ് ബാച്ച്. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നീറ്റ് ആൻഡ് ജെഇ സ്റ്റുഡൻസ്, നീറ്റിനും ജെഇക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് 1 year ഡെഡിക്കേറ്റ് ചെയ്ത് നിന്ന് പഠിക്കാൻ താല്പര്യമുണ്ട്, അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് എന്ത്? റിപ്പീറ്റേഴ്സ് ബാച്ച്. ഇനി അതിനുശേഷം നമുക്ക് +1 and +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാച്ചും ഉണ്ട്, അതേപോലെ ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ബാച്ചും ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാ തലത്തിലെ കുട്ടികളെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണമല്ലോ. അതായത് ചില കുട്ടികൾക്ക് എന്താ പറയാ, ഈ പറയുന്ന ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവണ്ട, അവർക്ക് വേറെ ആഗ്രഹങ്ങളായിരിക്കും, ദേ മേ ബി ഹാവിംഗ് ഡിഫറെന്റ് തോട്ട് പ്രോസസ്, അല്ലെ? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും, എന്നാൽ +1 +2 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എൻട്രൻസ് എഴുതി എടുക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ അതും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ നമ്മളുടെ ഭാവിയെ ഒന്നുകൂടെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സും കൂടെ കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സസിനൊക്കെ എന്താണ് പ്രത്യേകത, അതിന്റെ ഹൈലൈറ്റ്സ് എന്താണെന്നൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഓരോന്നേരം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് എ ലോഞ്ച് പ്രോസസ്. ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ലോഞ്ച് പ്രോസസ് ആണ്. അപ്പോൾ കോഡിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താ പറയുക പ്രയാണം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. സോ എന്താണെങ്കിലും ഈ പറയുന്ന പ്രോഗ്രാമിൽ നെക്സ്റ്റ് ഒരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വരും, നിങ്ങളുമായിട്ട് സംസാരിക്കും, അതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. സോ ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു. സോ സൈനിങ് ഓഫ്. താങ്ക് യു.